ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ 41 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും കാൽവറിയിലേക്കൊന്ന് വരാം. കാൽവറിയിൽ ഒരുമിച്ച് ഉയർന്നത് 3 ക്രൂശുകളാണ്. അതിൻ്റെ നടുവിലത്തെ ക്രൂശിൽ ഒരു നിരപരാധിയാണ്. കാൽവറി ഒരു കൊലക്കളമാണ്. അവിടെ ഒരു നല്ല മനുഷ്യനും കാണുകയില്ല. പക്ഷേ ഇവിടെ ഇതാ ഒരു നല്ല മനുഷ്യൻ തൂക്കപ്പെട്ട് കിടക്കുന്നു. ഒരു വശത്ത് നാം സാധാരണ പറയുന്ന പോലെ വലത്തുഭാഗത്തെ കള്ളൻ, മറ്റു വശത്ത് ഇടത്തുഭാഗത്തെ കള്ളൻ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം ഇടത്തുഭാഗത്തെ കള്ളനാണ്. കണ്ണിൻ മുമ്പിൽ കൈയെത്തും അകലത്തിൽ രക്ഷ ഒരുങ്ങിക്കിട്ടിയിട്ടും ആ രക്ഷ നിരസിച്ച്, മനസ്സോടെ നിരസിച്ച് നിത്യശിക്ഷയുടെ അവകാശിയായി മാറിയ ഒരു ഹതഭാഗ്യനാണ് ഇടത്തുഭാഗത്തെ കള്ളൻ. ദൈവത്തിൻ്റെ മഹത്വം. എന്താണ് അതിൻ്റെ കാരണം? ദൈവമക്കൾക്കൊരു ഭയനിർദ്ദേശം പോലെ പറഞ്ഞു തരുന്ന കാര്യം. അവൻ ക്രൂശ് കണ്ടില്ലേ? അവൻ ക്രൂശിലെ യേശുവിനെ നോക്കി വിളിച്ചില്ലേ? അവൻ ക്രൂശിലേക്ക് നോക്കി പ്രാർത്ഥിച്ചില്ലേ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം വാർന്നൊലിക്കുന്നത് കണ്ടില്ലേ? ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്നതായ ലോകത്തെ ഞെട്ടിപ്പിച്ചതായ 7 മൊഴികൾ അവൻ കേട്ടില്ലേ? ദൈവത്തിൻ്റെ മഹത്വം. ഇപ്പോൾ അവൻ എവിടെയാണ്? പുരാതന ക്രിസ്ത്യാനി കുരിശു വരച്ചു എന്ന് വിചാരിച്ച് സ്വർഗത്തിൽ ചെല്ലുമെന്ന് വിചാരിക്കരുത്. കുരിശു മൊത്തിയെന്ന് വിചാരിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുമെന്ന് വിചാരിക്കരുത്. കുരിശിന് മുമ്പിൽ വണങ്ങി മുട്ടുകുത്തി മരക്കുരിശ്, പെരുമരക്കുരിശ് ചുവന്നുകൊണ്ട് ഏതെങ്കിലും മല കയറി എന്ന് വിചാരിച്ച് സ്വർഗരാജ്യം കയറുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവമക്കളെ, ആ ക്രൂശിനെ വണങ്ങിയതുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇതെല്ലാം ഈ ഇടത്തുഭാഗത്ത് എന്ന് ഞാൻ പറയട്ടെ ആ കള്ളൻ ചെയ്തു. പക്ഷേ അവന് സ്വർഗരാജ്യം ആവശ്യമാക്കാൻ സാധിച്ചില്ല. എന്താണ് കാരണം? ദൈവമക്കൾ ഗൗരവത്തോടെ ചിന്തിക്കണം. പേരിന് മാത്രമുള്ള ആരാധന നിന്നെ ഒരിടത്തുമാക്കി രക്ഷിക്കുകയില്ല. അവന് പറ്റിയതായ ഏറ്റവും വലിയതായൊരു അപകടം 23-ാം അധ്യായത്തിന് 40-ാമത്തെ വാക്യം വായിച്ച്. 23-ാം അധ്യായത്തിന് 40-ാമത്തെ വാക്യം. മറ്റവനോ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഈ കാലഘട്ടത്തിന്റെ ശാപം എന്ന് ഞാൻ പറയുന്നത്, ക്ഷമിക്കണം, ദൈവഭയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആത്മീയർക്ക് പോലും ദൈവത്തെ ഞെട്ടലോടെ, ഭയത്തോടെ കാണാൻ സാധിക്കുന്നില്ല. ഏത് കാര്യങ്ങളും അഴിഞ്ഞാടുന്ന, എന്തും പറയുന്ന, എന്തും കാട്ടിക്കൂട്ടുന്ന രംഗമായി ദൈവാലയങ്ങൾ അധപ്പതിക്കുന്നുണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യരുടെ കാലത്ത് വേദനയോടെ നോക്കിക്കണ്ട്
കണ്ണുനീരോടെ പറഞ്ഞ ആ കാര്യം എന്താണ്? കർത്താവായ യേശുക്രിസ്തു കോപിച്ച രംഗം എന്താണ്? അനുഗ്രഹിക്കുന്ന കരങ്ങളിൽ ചാട്ടവാറെടുത്ത രംഗമെന്നാണ്? അത് ചന്തസ്ഥലമല്ല, സിനിമാ തിയേറ്ററല്ല, അത് പരിശുദ്ധമായിരിക്കും ദൈവാലയമാണ്. നിൽക്കരുതാത്തടുത്ത് നിൽക്കരുതാത്തതായ മ്ലേച്ഛതകൾ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയുടെ രംഗത്തെ വിശുദ്ധിയോടെ കാക്കാൻ ദൈവമക്കൾക്ക് ഇന്ന് സാധിക്കുന്നില്ല. ദൈവമക്കൾക്ക് ഭയം നഷ്ടപ്പെട്ടു വരിക്കും. ദൈവഭയം, മനുഷ്യഭയം ഒരു കെണിയാണ്. വായിച്ചു 1 പത്രോസ് 1:17 വാക്യം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ ഭയപ്പെടും, അധികാരികളെ ഭയപ്പെടും, ചിലപ്പോൾ സഭാ നേതാക്കന്മാരെ ഭയപ്പെടും. പക്ഷെ ദൈവത്തെ മാത്രം ഭയമില്ലാത്തൊരു കൂട്ടമായി അധോപതിക്കാൻ ഇടവരരുത്. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ദൈവത്തിന് സ്തോത്രം. വളരെ ഭയത്തോടും വിറയിലോടും കൂടി ജീവിക്കേണ്ട ഒരു രംഗമാണിത്. ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ശത്രു ഊടാടി നടക്കുകയാണ്. 2:17. എല്ലാവരെയും ബഹുമാനിപ്പീൻ, എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ. ദൈവത്തെ ഭയപ്പെടുവീൻ. മനുഷ്യഭയം ഒരു കെണിയാണെങ്കിലും ദൈവഭയം അനിവാര്യമാണ്. ഒരു വാക്ക് പറയാൻ പേടിക്കണം. മനുഷ്യ, നീ പറയുന്ന ഏത് നിസ്സാര വാക്കിന് ന്യായവിധത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞെട്ടലോടെ ഓർക്കുന്നുവെങ്കിൽ ഇന്നത്തെ പോലെ വായിൽ വരുന്ന എല്ലാം കോപത്തോടെ അട്ടഹാസത്തോടെ പറയുമോ? ദൈവത്തിന് സ്തോത്രം. സ്വർഗം എന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ അരുതാർത്ഥത്തേക്ക് എൻ്റെ കാലുകൾ എടുത്തു വെച്ച് നടന്നടുക്കുമോ? എൻ്റെ കൈകൾ എന്തിനെല്ലാം വേണ്ടി ചലിക്കുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നുള്ള വ്യക്തമായ ബോധ്യം സത്യമാണ്. ഇന്ന് ചെയ്യുന്ന പോലെ ചെയ്യുമോ? ദൈവത്തിൻ്റെ മഹത്വം, ദൈവഭയം ഉണ്ടായിരിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കണ്ണിനെ കാണുന്നു, സ്വർഗം അത് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള വ്യക്തമായ ബോധ്യം ഉണ്ടായിരിക്കണം. 1, അവൻ ദൈവത്തെ ഭയപ്പെട്ടില്ല. വീണ്ടും വായിച്ച് 23:39 വായിച്ച്. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, ദൈവത്തെ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തുവല്ലയോ, വായിച്ചു, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. ദൈവമക്കളെ, ഈ കള്ളൻ, ഇടത്ത് ഭാഗത്ത് നിന്ന് ഞാൻ പറയട്ടെ, ഈ കള്ളൻ എന്താണ് ചെയ്തത്? കർത്താവായ യേശുക്രിസ്തുവിനെ ദൂഷിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഇടത്ത് ഭാഗത്തെ കള്ളന് കർത്താവായ യേശുക്രിസ്തു എന്തൊക്കെയാ ചെയ്തതെന്ന് എല്ലാം അറിയാമോ? കർത്താവായ യേശുക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ട് നടന്നതായ ആ നന്മകളുടെ കാര്യമോ എന്തെങ്കിലും ആ ഇടത്ത് ഭാഗത്തെ കള്ളനറിയാമോ? കർത്താവായ യേശുക്രിസ്തു നന്മ ചെയ്തുകൊണ്ട് മാത്രം സഞ്ചരിച്ചൊരു പുണ്യപുരുഷനല്ലേ? ജീസസ് ക്രൈസ്റ്റ് വെന്റ് അബൌട്ട് ഡൂയിങ് ഗുഡ് അലോൺ. നന്മകൾ മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് നിങ്ങൾക്കും അതല്ലേ ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്തറിഞ്ഞിട്ടാണ് അവൻ ദൂഷിക്കുന്നത്? ഞാൻ ഒരു കാര്യം കൂടി, ദൈവഭയം ഇന്ന് തലമുറകളിൽ കാണുന്നില്ല എന്നുള്ള കാര്യം ആദ്യം ഓർപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് വ്യക്തമായി ഓർപ്പിക്കാനായിട്ടുണ്ട്. കേട്ടുകേൾവി വെച്ചുകൊണ്ട് ആരെയും ദൂഷിക്കരുത്. അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് കേട്ടിട്ട് ദൈവത്തിൻ്റെ സ്വന്തം സത്യം ഗ്രഹിക്കാതെ ആരുടെ നേരെ വിരലിച്ചു കൊണ്ടരുത്. കൂട്ടായ്മയെ വിമർശിക്കുന്നവരുണ്ട്, ദൈവമക്കളെ വിമർശിക്കുന്നവരുണ്ട്, അവരങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ചോദിച്ചില്ലേ എന്ന് പറയുന്നവരുണ്ട്. അന്യനെ വിധിക്കാൻ മനുഷ്യ നീ ആര്? നീ എഴുതി വെച്ചു, നീ വിധിക്കുന്ന വിധിയാൽ നീയും വിധിക്കപ്പെടും. ഞാൻ ഭയപ്പെടുന്ന ഒരു വാക്ക് പറയാൻ പാവപ്പെട്ടടിയൻ ഭയപ്പെടും. നന്ദിയോടെ സ്തോത്രം. വളരെ വ്യക്തമായ ബോധ്യവും അറിവുമില്ലാതെ മറ്റുള്ള വ്യക്തികളുടെ നേരെ വിരൽ ചൂണ്ടുകയും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഇല്ലാത്തത് പറയുകയും ചെയ്യാനായിട്ട് ഇടവരുത്. നന്ദിയോടെ സ്തോത്രം. അവൻ പറഞ്ഞത് നീ ക്രിസ്തു അല്ലയോ എന്നാണ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു ആണ് എന്ന് അംഗീകരിച്ച് അറിഞ്ഞുകൊണ്ടും അവൻ യേശുവിനെ ക്രിസ്തു എന്ന് വിളിച്ചുകൊണ്ടും എന്താണ് ഈ പറയുന്നത്? എന്ത് കേട്ടിട്ടാ സഹോദര ദൂഷിക്കുന്നത്? ഈ അടുത്ത ഭാഗത്തെ കള്ളൻ യേശുവിനെ ദൂഷിച്ചു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ക്രിസ്തു എന്ന് അറിഞ്ഞിട്ടും ദൂഷിച്ചു. മാപ്പില്ലാത്തൊരു പാവമാണ്, നിങ്ങൾ ഓർത്തുകൊള്ളണം. ദൈവം വേദനിക്കുന്നൊരു പാവമാണെന്ന് ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. വേദനിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ ചുവന്നുകൊണ്ട് അതിന് പരിഹാരം വരുത്തി പെടഞ്ഞു കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ദൂഷിക്കുന്നു.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാര്യമറിയാതെ നിങ്ങൾ ആരെയും ദൂഷിക്കരുത്. ദൈവത്തെയും ദൈവമക്കളെയും ദൈവികമായ പ്രസ്ഥാനങ്ങളെയും ഒരിക്കലും വിമർശിച്ച് ദൂഷിച്ച് ശാപം നിനക്കും നിൻ്റെ തലമുറയ്ക്കും വരുത്തി വയ്ക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. 1, അവൻ ദൈവത്തെ ഭയപ്പെട്ടില്ല. 2, അവൻ ദൈവത്തെ ദൂഷിച്ചു. മൂന്നാമത്തെ കാര്യം എന്താണ്? മത്തായി 27:42 വായിച്ച്. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിറങ്ങി വരട്ടെ. ദൈവത്തിന് ക്രൂശിൽ നിറങ്ങി വരട്ടെ. എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ 44-ാമത്തെ വാക്യം കൂടെ വായിച്ച്. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. എന്താ നിന്ദിച്ചത്? എന്താ ദൂഷിച്ചത്? നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നിന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ക്രൂശിൽ തൂക്കിയതായ ഒരു വ്യക്തിയും ഇറങ്ങി വന്ന് ജീവനോടെ പിന്നെ ചലിച്ചിട്ടില്ല. നീ ദൈവമാണ്, അത്ഭുതകരമായി ശുദ്ധിയുണ്ടെന്നല്ലേ അവകാശപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ നീ നിന്നെ തന്നെയും രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. വലിയൊരു മർമ്മം നിങ്ങളോട് പൊരുളെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രൂശ് ഒഴിവാക്കാനാണ് പറയുന്നത്. ക്രൂശിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രാതിനിധ്യ മരണം ഒഴിവാക്കാനാണ് പറയുന്നത്. മനുഷ്യവർഗത്തിന്റെ രക്ഷ ഒരുങ്ങിക്കിടക്കുന്ന രംഗം ഒഴിവാക്കാനാണ് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹത്തിൻ്റെ വളരെ പ്രകടമായ ദർശനമാണ് കാൽവരിയിൽ തന്നെ ഏകജാതനായ പുത്രനെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്. ആ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ നോക്കി രക്ഷപ്പെട്ടാൽ മനുഷ്യവർഗത്തിന് ശിക്ഷ വരും. നന്ദിയോടെ സ്തോത്രം. ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഒഴിവാക്കാനുള്ളതായ ഒരു ചിന്താഗതി ആരുടെയെങ്കിലും മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടോ, അവൻ ശാപഗ്രസ്തനാണ്, അവൻ പൈശാചിന് ഇടം കൊടുത്തതാണ്. അത് ഏത് ഉന്നതനാണെങ്കിലും അത് സത്യമാണ്. കർത്താവായ യേശുക്രിസ്തു പത്രോസ്ലീഹായെ കർശനമായി ശാസിക്കുന്ന, സാത്താനെ എന്ന് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. വായിച്ച 16-ാം അധ്യായം, മത്തായി 16. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കർത്താവായ യേശുക്രിസ്തുവിനോട് സ്നേഹമാണെന്ന് തോന്നുന്ന ചില വാക്കുകൾ കർത്താവിനെ വിളിച്ച് മാറ്റിക്കൊണ്ടുപോയി പത്രോസ്ലീഹ ഉപദേശിക്കുകയാണ്. മത്തായി 16:21-22. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതെന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. ശിഷ്യന്മാരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്, ഞാൻ അവരെ എന്നെ പിടിക്കും, ഞാൻ കൊല്ലപ്പെടും, ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കും, അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് പത്രോസ്ലീഹ കേട്ടു. എന്ത് പറഞ്ഞു പത്രോസ്ലീഹ? പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ അത് അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. കേട്ടോ നിങ്ങളെല്ലാവരും? അല്പം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അയ്യോ കർത്താവേ, നിനക്കത് അരുത്. എൻ്റെ പ്രാണപ്രിയനായ യേശു കാൽവറിയിൽ പടഞ്ഞു മരിക്കുന്ന രംഗം എനിക്ക് കാണാനോ ചിന്തിക്കാനോ സാധ്യമല്ല. അരുത്. സ്നേഹത്തിന് ശബ്ദമാണെന്ന് തോന്നും, കർത്താവിനുള്ളതായ വാത്സല്യ അതിരകത്താൽ പറഞ്ഞതാണെന്ന് തോന്നും. പക്ഷെ കർത്താവിൻ്റെ ഉള്ളം വേദനിച്ച് പിടഞ്ഞു. ക്രൂശ് ഒഴിവാക്കാനാണ് പറഞ്ഞത്. കർത്താവ് എന്ത് ഗൗരവത്തോടെ എന്താണ് മറുപടി പറഞ്ഞു? വായിച്ച്. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, സാത്താനെ എന്നെ വിട്ടുപോ. ക്രൂശിനെ ഒഴിവാക്കാൻ നോക്കരുത്. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കാൻ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മാത്രമാണ്. നന്ദിയോടെ സ്തോത്രം. അതാണ് ഞങ്ങളുടെ കേന്ദ്രം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കാൽവറിയിലെ കർത്താവായ യേശുക്രിസ്തു, ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം, പ്രശംസാ വിഷയം, ഞങ്ങളുടെ കേന്ദ്രം. ഞങ്ങൾക്ക് ഏക ചൂണ്ടിക്കാണിക്കാനുള്ള രംഗം അതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ എൻ്റെ പാപങ്ങളെ ചുവന്നുള്ളതായ മരണമാണ് ഞാനിവിടെ ജീവനോട് നിന്ന് ആ ക്രൂശിൻ്റെ സന്ദേശം ഘോഷിക്കാൻ കാരണമായി തീർത്തത്. ആ ക്രൂശിൻ്റെ സത്യമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. ആ ക്രൂശിലൊഴുകിയ രക്തമാണ് എന്നെ ശുദ്ധീകരിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ക്രൂശിലെ യാഗമാണ് എന്നെ വീണ്ടെടുത്തത്. ആ ക്രൂശിൻ്റെ ദിവ്യ ദൗത്യം മാത്രമാണ് എനിക്ക് പ്രസംഗ വിഷയമായിട്ടുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ക്രൂശാണ് എൻ്റെ പ്രസംഗ വിഷയം. ആ ക്രൂശാണ് എൻ്റെ പ്രശംസാ വിഷയം. ആ ക്രൂശിൽ കൂടിയാണ് രക്ഷ. ആ ക്രൂശിൽ മാത്രമാണ് രക്ഷ. ആ ക്രൂശാണ് എന്നെ വീണ്ടെടുത്തത്. കർത്താവായ യേശുക്രിസ്തുവിനോട് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനാണ് പറയുന്നത്. അത് ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞത് നടന്നാൽ രക്ഷപ്പെടുന്നതും ജയിക്കുന്നതും സാത്താനായിരിക്കും. നാം ആരും രക്ഷപ്പെടുകയില്ല.
ക്രൂശിലാണ് രക്ഷ. ക്രൂശിൽ മാത്രമാണ് രക്ഷ. ക്രൂശിൽ കൂടിയാണ് രക്ഷ. ക്രൂശ് കൂടാതെ രക്ഷയില്ല. ആ ക്രൂശിനെ നിങ്ങൾ കെട്ടിപ്പിടിക്കുക. അവൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല. അവൻ ദൈവത്തെ ദുഷിച്ചു. അറിയാതെ കേട്ടതെല്ലാം വെച്ചുകൊണ്ട് ദുഷിച്ചു. അവൻ ക്രൂശ് കൂടാതെയുള്ള രക്ഷ ആഗ്രഹിച്ചു. നാലാമത്തെ കാര്യം എന്താണ്? ലൂക്കോസ് 23:39 വായിച്ച്. 29:39. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിലൊരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവന് വേണ്ടത് എന്താ? രക്ഷ വേണം. രക്ഷിക്കാന്നാണ് പറഞ്ഞത്. രക്ഷ വേണം. എന്ത് രക്ഷ? നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് രക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്ന മർമ്മം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് അനേകർക്ക് കാൽവരി ക്രൂശിൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം ഒരുക്കിയതായ രക്ഷ വേണ്ട. പക്ഷെ എന്ത് വേണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ എനിക്ക് രോഗം മാറ്റി കിട്ടണം, എനിക്ക് വിസ കിട്ടണം, എനിക്ക് നല്ലൊരു വീട് കിട്ടണം, എനിക്ക് രോഗം മാറി കിട്ടണം, എനിക്ക് ജോലി കിട്ടണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദേശത്തിന് പോകാനുള്ളതായ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന്, തേജോമയനായി ദൈവത്തിൽ നിന്ന് ഇന്ന് അനേക സത്യക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത് ആത്മരക്ഷ കൂടാതെയുള്ളതായ ശാരീരികമായിരിക്കുന്ന അനുഗ്രഹങ്ങളും രക്ഷയുമാണ്. ബാക്കി സകല അനുഗ്രഹങ്ങളും വേണം. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് നിനക്ക് വിസ തരാൻ വേണ്ടിയിട്ടല്ല. കർത്താവായ യേശു ക്രിസ്തു ജീവരക്തം ഊറ്റി തന്നത് നിന്റെ വീട് വലുതാക്കി തരാൻ വേണ്ടിയിട്ടല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ സമ്പന്നനാക്കാൻ വേണ്ടിയിട്ടല്ല. നന്ദിയോടെ സ്തോത്രം. നരകത്തിൻ്റെ ആഴക്കുഴിയിൽ നിന്ന് നിന്നെ വലിച്ചു കയറ്റി സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷമണറിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി കാൽവരിൽ തന്നെ ദേഹമെന്ന തിരശ്ശീല ചീന്തി ആ വിശുദ്ധ വഴി തുറക്കുകയാണ് ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ കൂടിയല്ലാതെ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധ്യമാക്കിയില്ല. നന്ദിയോടെ സ്തോത്രം. സഹോദര, നീ ലോകത്തിൽ എന്തെല്ലാം സുഖഭോഗങ്ങൾ അനുഭവിച്ചാലും, എന്തെല്ലാം സമൃദ്ധിയിൽ നീ സന്തോഷത്താൽ തുള്ളിച്ചാടി ജീവിച്ചാലും, ദൈവത്തിന് സ്തോത്രം, നീ മൃഷ്ടാന്ന ഭോജനം കഴിച്ച് സുഖലോലുപനായി സന്തോഷത്തോടെ ഈ ലോകത്തിൽ സുഖിച്ച് പൊളച്ച് തിന്നുകുടിച്ച് നടന്നാലും അവസാനം നരകത്തിയിൽ കത്തിയെരിഞ്ഞ് നശിക്കേണ്ടതായി വരികയില്ലേ സഹോദര? നന്ദിയോടെ സ്തോത്രം. കാൽവറി ക്രൂശിനെ മാറ്റി നിർത്തിക്കൊണ്ട് രക്ഷയുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൊരുക്കിയതായ രക്ഷ കൂടാതെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന് കീഴിൽ മറ്റെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ രക്ഷിക്കപ്പെടുവാനുള്ള ഒരേ ഒരു നാമം, ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രക്ഷയില്ല എന്നുള്ള മർമ്മം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിന് ക്രൂശ് മരണത്തിൽ നിനക്കൊന്ന് വിശ്വസിക്കാമോ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ചേർന്ന ആ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയുടെ വ്യാപാരത്തിൽ നിനക്കൊന്ന് വിശ്വസിക്കാമോ? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തുറന്നായ ഏക വിശുദ്ധ വഴിയല്ല, സ്വർഗരാജ്യത്തിലേക്ക് വഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് മനസ്സിലാകുമോ? നന്ദിയോടെ സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവമക്കളിൽ ക്രൂശ് മാത്രമാകുന്നു രക്ഷയ്ക്കുള്ള ഏക മാർഗമെന്ന് പറയാൻ കാരണം, ദൈവത്തിന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ തടസ്സം നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കുറവല്ല, ആരോഗ്യക്കുറവല്ല, നിന്റെ സൗന്ദര്യക്കുറവല്ല. നിനക്കൊരൊറ്റ തടസ്സം മാത്രമേ ഉള്ളത്, പാപമാണ്. അത് പാപമാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, നന്ദി. ഒരു പാപി പോലും സ്വർഗരാജ്യത്തിൽ അവൻ്റെ പാപം വെച്ചുകൊണ്ട് പ്രവേശിക്കാൻ സാധ്യമാകുകയില്ല. പാപത്തിൻ്റെ പരിഹാരം എന്താണ്? പുണ്യപ്രവൃത്തിയാണ്. പാപത്തിൻ്റെ പരിഹാരം എന്താണ്? പണമാണ്. പാപത്തിൻ്റെ പരിഹാരം എന്താണ്? നിൻ്റെ പ്രാർത്ഥനയാണ്. പാപത്തിൻ്റെ പരിഹാരം എന്താണ്? നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ ലോകത്തിലെ കാഴ്ചകളും വഴിപാടുകളും ദൈവത്തിൻ്റെ സ്തോത്രം പുണ്യപ്രവൃത്തികളുമാണ്. ഇതൊന്നുമല്ല. പാപത്തിന് പരിഹാരം അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തങ്കച്ചോര മാത്രമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. മോചനമതിനായി പാപികളെ വരുവീൻ, യാചിപ്പീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിനെ ഒഴിവാക്കല്ലേ. ക്രൂശിലെ രക്തത്തെ നിങ്ങൾ അവിശ്വസിക്കല്ലേ. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ മോചനമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു പാപി സ്വർഗരാജ്യത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പച്ചരക്തം മാർന്നൊലിക്കുന്ന ക്രൂശിൻ ചൂട്ടിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രക്തത്തിൻ്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയുടെ രുചിയും അതിൻ്റെ ഗുണവും അതിൻ്റെ മനോഹരയും ഇന്ന് രാവിലെയും മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവമക്കൾ രുചിച്ച് അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ മധ്യത്തിൽ നിൽക്കുന്നത്. രക്താംബരം പോലെ കടും ചുമ്പായിരിക്കുന്ന ഒരാളത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്.
എന്നെ കഴുകിയത് ഈ ലോകത്തിലെ യാതൊരു ശക്തിയുമല്ല, വ്യക്തിയുമല്ല, ഒരു ജലവുമല്ല. എന്നെ കഴുകിയത് കുഞ്ഞാടിൻ്റെ തുറക്കപ്പെട്ട തിരുവിലാടിൽ ഒഴുകുന്ന തങ്കച്ചോരയാണ്. ഹാലലൂയ, 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 ഹാലലൂയ. എനിക്ക് ദേഹരക്ഷയല്ല കർത്താവേ ആവശ്യം, എനിക്ക് ആത്മരക്ഷയാണ് ആവശ്യം. ഈ ലോകത്തിൽ പട്ടിണിയും രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ആത്മാവ് നിത്യതയുടെ തുറമുഖത്ത് സന്തോഷത്തോടെ നിന്നെ കണ്ട് സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു സ്വർഗീയ അനുഭൂതി വേണം. നന്ദിയോടെ സ്തോത്രം. ഈ കള്ളന് വേണ്ടത് ദേഹരക്ഷയാണ്, ദൈവത്തിൻ്റെ മഹത്വം. അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മരക്ഷയാണ്. അടുത്ത കാര്യം എന്താണ്? അദ്ദേഹത്തിന് മറ്റ് ഒരു 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 ബലഹീനത ഉണ്ടായിരുന്ന എന്താണ്? 23-ാം അധ്യായത്തിൻ്റെ ഒരു തെറ്റെന്താണ്? 39-ാമത്തെ വാക്യം വീണ്ടും വായിച്ച് 23:39. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാം. രക്ഷ തികച്ചും വ്യക്തിപരമാണ്. രക്ഷ സാർവത്രികമാണ്. മനുഷ്യവർഗത്തിന്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പിതാവാൻ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമായി അർപ്പിക്കാൻ വിട്ടുകൊടുത്തത്. അത് സാർവത്രികമാണ് എങ്കിലും ചെവി തുറന്ന് ഹൃദയം തുറന്ന് കേൾക്കുക. രക്ഷ തികച്ചും വൈയക്തികമാണ്, വ്യക്തിപരമാണ്. ദാറ്റ് ഇസ് പ്യൂർലി പേഴ്സണൽ. ദൈവത്തിൻ്റെ സ്തോത്രം. കൂട്ടത്തോടെയുള്ള രക്ഷയല്ല. ഇടവക്കാർ മുഴുവനോടെ രക്ഷപ്പെടുകയല്ല, കൂട്ടായ്മക്കാർ മുഴുവനോടെ രക്ഷപ്പെടുകയല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അത് തികച്ചും വ്യക്തിപരമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു വ്യക്തി നേരിട്ട് അതേ സമയത്ത് അതേ ശിക്ഷാവിധിയിൽ കിടക്കുന്ന വലത്തുഭാഗത്തെ കള്ളന്റെ കാഴ്ചപ്പാട് എന്താണ്? 21:42 വായിച്ച്. പിന്നെ അവൻ, യേശുവേ നീ വലത്തുഭാഗത്തെ കള്ളൻ, യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. എന്നെ ഓർത്തുകൊള്ളണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ മർമ്മം ഇന്ന് നമ്മുടെ കൂട്ടായ്മയിൽ ദൈവമക്കൾ ഓരോരുത്തരും വ്യക്തിപരമായെന്ന് അറിയണം. എൻ്റെ യേശു 27-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നാമത്തെ ഒരു ചെറിയ വാക്യത്തിൽ എത്ര പ്രാവശ്യമാണ് എൻ്റെ പറയുന്നത്? ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. 27:1 വായിച്ച്. 27:1. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. സ്തോത്രം. യഹോവ എന്റെ രക്ഷ, യഹോവ എന്റെ വെളിച്ചം, യഹോവ എന്റെ ബലം, യഹോവ എന്റെ ഇടയനാകും. നന്ദിയോടെ സ്തോത്രം. അമ്മമാർ ലോകത്തിൽ ധാരാളമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ഒരു കൊച്ചിനോട് ചോദിക്കുമ്പോൾ അതാണ് അത് എൻ്റെ അമ്മ. കാൽവറിയിലെ കർത്താവിനെ വിശ്വാസത്തിന്റെ കരം കൊണ്ടൊന്ന് പിടിച്ചിട്ട് ദൈവമക്കൾക്ക് ഓരോരുത്തർക്കും എന്ന് പറയാമോ? യേശു എൻ്റെ രക്ഷകനാണ് എന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിപ്പോഴും നടക്കട്ടെ ദൈവമക്കളെ. നിനക്ക് വേണ്ടി നിന്റെ പാപത്തെ ചുമന്ന് രക്തമാർന്നൊഴിച്ച് കിടക്കുന്നതായ രക്ഷയൊരുക്കിയതായ കർത്താവിന്റെ ക്രൂശിൻ ചുവട്ടിലേക്കൊന്ന് വന്നിട്ട് ഹല്ലേലൂയ, ആ രക്തം, പച്ചരക്തം നനഞ്ഞ ക്രൂശ് നരക്കുരിശോട് ചേർത്തൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, കാൽപാദം ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, യേശു എൻ്റെ രക്ഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അരിമത്യക്കാരൻ യോസേഫ് ക്രൂശിൽ നിന്ന് യേശുവിനെ ഇറക്കി ചങ്കിനകത്ത് വെച്ചതുപോലെ, കല്ലറയ്ക്കകത്ത് വെച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രത്തിനകത്ത് ഈ എൻ്റെ രക്ഷകനെ ഒന്ന് വെക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എൻ്റെ ചങ്കിനകത്തുണ്ട്. എനിക്കൊരു ചങ്കുണ്ടെങ്കിൽ അത് യേശുവിന്റെ സിംഹാസനമാണ് എന്ന് പറയുവാൻ തക്ക നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ സ്വന്തം കർത്താവിൻ രക്ഷിതമായി സ്വീകരിക്കുന്ന അത്ഭുത അനുഗ്രഹ നിമിഷമായി ഇതിനെ മാറ്റാൻ നിങ്ങൾക്ക്. ഹല്ലേലൂയ, നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. നന്ദിയോടെ. അവന് മറ്റൊരു വീഴ്ചയും കൂടി ഉണ്ടായിരുന്നു. പൊതുവായിട്ടുള്ള രക്ഷ അവന് അറിയാമായിരുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ പറഞ്ഞു. നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പോകും? ഈ രക്ഷകൻ എൻ്റെ സ്വന്തം. നന്ദിയോടെ സ്തോത്രം. വയോവൃദ്ധനായിരിക്കുന്ന ശിമിയോൻ കർത്താവായ യേശുക്രിസ്തുവിനെ കന്യാമറിയാവിന്റെ കൈക്കുമ്പിളിൽ നിന്ന് സ്വന്തം കൈകളിലേക്ക് ഏറ്റു വാങ്ങിക്കൊണ്ട് നെഞ്ചോടണച്ചിട്ട് പറഞ്ഞു, നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ചങ്കിനകത്തുണ്ട് ദൈവമക്കളിൽ. അവൻ എൻ്റെ സ്വന്തം രക്ഷകനാണ്. ഹല്ലേലൂയ. അവൻ എൻ്റെ സ്വന്തം യേശുവാണ്. അവൻ എൻ്റെ മാത്രമാണെന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അവൻ എനിക്ക് ആയിരങ്ങളിലും 10,000ങ്ങളിലും സുന്ദരനാണ്.
ഞാൻ അങ്ങ് കടന്നു എന്ന് അവന്റെ പൊന്മുഖം ഒന്ന് മുഖാമുഖം കണ്ടുപത്ത് ഹാലലുയ പറഞ്ഞാലേ എൻ്റെ കൊതി തീരുകയുള്ളൂ. ഹാലലുയ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അവന്റെ മറ്റൊരു വീഴ്ച എന്താണെന്നറിയാം? 21-ാം അധ്യായം 39-40 വായിച്ച്. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു. മറ്റവനോ വലത്തുഭാഗത്തെ കള്ളനോ അവനെ ശാസിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളൊന്ന് ഞെട്ടലോടെ കേൾക്കണം. ഇന്നത്തെ തലമുറ നശിക്കാൻ കാരണം ശാസന കേൾക്കുന്നില്ല, ശാസന ഇഷ്ടപ്പെടുന്നില്ല, ശാസന അംഗീകരിക്കാൻ മനസ്സില്ല. വലത്തുഭാഗത്തെ കള്ളൻ അവന്റെ ആത്മമിത്രമാണ്, തുല്യ ശിക്ഷാവിധിയിലാണ്. ദൈവത്തിന് സ്തോത്രം. നീ ദുഷിക്കുന്നത് തെറ്റാണ്. ക്രൂശിൽ ഇറങ്ങി വരാൻ പറഞ്ഞത് തെറ്റാണ്. ഈ ക്രൂശിൽ കൂടി ഒഴുകി വരുന്ന രക്ഷ എനിക്ക് അനുഭവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന പകരം നീ ദുഷിച്ചത് തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. അരുതാത്ത ഒന്നും ചെയ്യാത്തവനെ ദുഷിച്ചതെന്ന് ചെയ്ത വലിയ തെറ്റാണ്. ദൈവത്തിന് സ്തോത്രം. വലത്തുഭാഗത്തെ കള്ളൻ, ഇടത്തുഭാഗത്തെ കള്ളൻ ആ സ്നേഹിതനോട് നിർമ്മല സുവിശേഷം പറഞ്ഞു. ഇവൻ അരുതാത്ത ഒന്നും ചെയ്തിട്ടില്ല, നാമോ ചെയ്തതിന് തക്കതായ ശിക്ഷ അനുഭവിക്കുന്നു. തൂക്കിക്കൊല്ലാൻ തക്കവണ്ണം ഞാൻ പാപം ചെയ്ത കൊടും പാപിയാണ്. ഈ നടുവിലത്തെ ക്രൂശിൽ കിടക്കുന്നവൻ പരിശുദ്ധനിൽ പരിശുദ്ധനാണ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇതൊന്നും ഇടതുഭാഗത്തെ കള്ളൻ കൈക്കൊണ്ടില്ല. ശാസന നിരസിച്ചു, സ്വർഗത്തിന്റെ വാതിൽ അടഞ്ഞുപോയി. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ശാസന ചെയ്കൊണ്ടില്ല, ഫലമോ നിത്യ നരകയാകുന്നു. നിങ്ങൾ ഇപ്പോൾ ഏത് പക്ഷത്താണ്? രക്ഷോരിയും കിടക്കുന്ന ക്രൂശിലേക്ക് നിങ്ങൾ നോക്കി. ദൈവത്തിന്റെ സ്തോത്രം. വലത്തുഭാഗത്തെ കള്ളൻ നന്മയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പിന്നെ പോയി പുണ്യപ്രവൃത്തി ചെയ്തിട്ടല്ല ഇപ്പോൾ സ്വർഗരാജ്യത്തിൽ സന്തോഷമണോറയിൽ സന്തോഷം അനുഭവിക്കുന്നു. അവൻ ക്രൂശിലേക്കൊന്ന് നോക്കി, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം. ആ കൂട്ടുകാരിൽ നിന്ന് അകന്നു, ദൈവത്തോട് അടുത്തു. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾക്ക് രക്ഷ വേണമോ? നന്ദിയോടെ അതേ ക്രൂശിൽ നിന്ന് ഇറങ്ങിയുള്ളതായ ഭൗതികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ മതിയോ? ആത്മരക്ഷ നിങ്ങൾക്ക് വേണോ? ആ രക്ഷ ഇതാ ക്രൂശിൽ കൂടി ഒഴുകി വരുന്നു. എല്ലാവരും ക്രൂശിനോട് അടുത്ത് വന്നേ. എല്ലാവരും ക്രൂശിനെ ഒന്ന് വിശ്വാസത്തിന് കരം കൊണ്ട് കെട്ടിപ്പിടിച്ച്, എല്ലാവരുടെയും കണ്ണുകൾ കർത്താവിന്റെ തിരുവിലാവിലേക്കൊന്ന് കേന്ദ്രീകരിച്ച്, ഹല്ലേലൂയ, പാപമോചനം ഒഴുകി വരെ നിങ്ങൾ കാണാമോ? ഓ, അതിൽ കൂടി രോഗശാന്തി ഒഴുകി വരെ നിങ്ങൾ കാണാമോ? ശാപമോക്ഷം ഒഴുകി വരെ നിങ്ങൾ കാണാമോ? നന്ദിയോടെ സ്തോത്രം. വലത്തുഭാഗത്തെ കള്ളൻ തുറക്കപ്പെട്ട തിരുവിലാവിലൂടെ നോക്കിയപ്പോൾ സ്വർഗം കണ്ടു. ഓ, ഈ മുൾക്കിരീട ധാരിയായി കരയുന്നതായ കർത്താവായി യേശുക്രിസ്തു പൊൻകിരീട ധാരിയായി അവിടെ രാജാതി രാജാവായി വാഴുന്ന രംഗം അവൻ കണ്ടു. ആ വലത്തുഭാഗത്തെ കള്ളൻ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്ന ദിവ്യമായിരിക്കുന്നതായ ദർശനം അവന്റെ ഉള്ളിൽ തിളങ്ങി വന്നു. നന്ദിയോടെ സ്തോത്രം. ആ യേശുവിനോട് അവൻ ഉള്ളം തൊട്ട് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു, എന്നെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാൽവറിയിൽ കാത്തിരിപ്പിന് ആവശ്യമില്ല. ഇന്ന് നീ എന്നോടുകൂടി പറുദീസയിലിരിക്കും. ഇന്ന് ഈ വന്ന ദൈവമക്കളെല്ലാം ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നന്ദിയോ, എന്നെ ഒന്ന് ഓർത്ത കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ക്രൂശിലെ യാഗത്തിൽ വിശ്വസിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. നീ തുറന്നതായ തിരുവിലാവിലൂടെ സ്വർഗരാജ്യത്തിന്റെ അവകാശം എനിക്ക് തരണമേ. പ്രാർത്ഥിക്കോ ദൈവമക്കളെ. അനുഗ്രഹം ഒഴിവരട്ടെ, പാപമോചനം ഒഴിവരട്ടെ. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. മഹത്വം തിരുമേനി മാത്രം എടുക്കട്ടെ. യേശുനാഥന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. ഹല്ലേലൂയ.